ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കൾക്കെല്ലാവർക്കും സുഖമാണോ? സുഖമാണല്ലേ? എന്നാലേ നമുക്ക് ഈശോയെ നോക്കി നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒരു അടിപൊളി സ്തുതി കെടുത്താലോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഹാ, മിടുക്കന്മാരാണല്ലോ. എന്നാ സ്തുതിയാ! ഈശോയ്ക്ക് ഇപ്പോൾ സന്തോഷമായിട്ടുണ്ടാവും. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടം ആരാന്നറിയാവോ? കുഞ്ഞു മക്കളെ അല്ലേ? എന്നാലേ നമുക്ക് ഈശോയോടൊന്ന് പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിക്കാമല്ലേ? അപ്പം കൈകൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്ക് ഈശോയോടൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയെക്കുറിച്ച് അറിയുവാനായി ഞങ്ങൾ കാത്തിരിക്കുക. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആമേൻ, ആമേൻ. അപ്പോഴേ നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലേ? തുടങ്ങത്തില്ലേ? വീട്ടിലൊക്കെ വിരുന്നുകാർ വരുന്നത് കുഞ്ഞുമക്കൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമല്ലേ? അങ്കിളും ആൻറ്റിയും കുഞ്ഞാവയും ചേട്ടായും ചേച്ചിയൊക്കെ വരുന്നത് നമുക്ക് എന്ത് സന്തോഷമല്ലേ? ഒത്തിരി നല്ല സന്തോഷം തരുന്ന വാർത്തയല്ലേ? ഇതുപോലുള്ള നല്ല സന്തോഷം തരുന്ന ഒരു കൊച്ചു പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പാഠത്തിൻ്റെ പേരറിയണ്ടേ? നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേരാണ് മംഗളവാർത്ത. അപ്പോൾ കൂട്ടുകാരെ, ഈ മംഗളവാർത്ത ആരാ പറഞ്ഞതെന്നറിയണ്ടേ? ആരോടാ പറഞ്ഞതെന്നറിയണ്ടേ? ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നറിയണ്ടേ? ശ്രദ്ധിച്ചിരുന്നോണേ, ടീച്ചർ കഥ പറയാൻ പോകുക. പണ്ട് പണ്ട് യൂദയായിൽ ഒരു കൊച്ചു പട്ടണത്തിൻ്റെ പേരാണ് നസ്രത്ത്. അവിടെ ഒരു കൊച്ചു മിടുക്കി ഉണ്ടായിരുന്നു. ആ മിടുക്കിയുടെ പേരാണ് മറിയം. അപ്പോൾ ഈ മിടുക്കി മാത്രമല്ല, നല്ല സുന്ദരിയായിരുന്നു, കാണാൻ നല്ല ഭംഗി, നല്ല ദൈവഭയമുള്ള കുട്ടി. അവള് ഇങ്ങനെ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ വീട്ടിലുള്ള പപ്പായും അമ്മയൊക്കെ അവളെ കെട്ടിച്ചു വിടാൻ തീരുമാനിച്ചു. എന്നിട്ടോ അവർക്ക് ഒരു സുന്ദരൻ ചെക്കനെ കണ്ടുപിടിച്ചു. ആ ചെക്കൻ്റെ പേരാണ് യൗസേപ്പ്. അങ്ങനെയിരിക്കെ മറിയത്തെ കാണാൻ ഒരു കൊച്ചതിഥി വന്നു. പക്ഷേ ഈ അതിഥി വന്നപ്പോൾ നമ്മുടെ മറിയവില്ലേ നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് അതിഥി വന്നപ്പോൾ നമ്മുടെ മറിയം ഞെട്ടിപ്പോയി. നിങ്ങൾ സ്വപ്നത്തിൽ ഞെട്ടാറില്ലേ? പെട്ടെന്ന് മറിയം റൂമിലാകെ സൂക്ഷിച്ചു നോക്കി. റൂമിൽ മുഴുവൻ ഒരു വെള്ള പ്രകാശം. മറിയം ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ വെള്ള പ്രകാശത്തിനുള്ളിൽ നിന്ന് ഒരു കൊച്ചു രൂപം തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു. നല്ല സ്വർണ്ണമുടിയുള്ള വെള്ളക്കുപ്പായിട്ട വെള്ളിച്ചിറകുകളുള്ള ഒരു കൊച്ചു രൂപം. മലക സൂക്ഷിച്ചു നോക്കി. അപ്പം ഇതേ ആ രൂപം സംസാരിക്കാൻ തുടങ്ങുന്നു. രൂപം എന്താ മറിയത്തെ വിളിച്ചതെന്നറിയാവോ? ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഇത് കേട്ടപ്പോൾ നമ്മുടെ മറിയം പേടിച്ചു പോയി. അപ്പോൾ എന്തു ചെയ്തു? ദൂതൻ, ആ കൊച്ചു രൂപത്തിൽ വന്ന ദൂതൻ പറഞ്ഞു. എന്താ പറഞ്ഞേ? പേടിക്കണ്ട, ഞാൻ മാലാഖിയാ. എൻ്റെ പേര് ഗബ്രിയേൽ. ഞാൻ നിന്നെ ഒരു നല്ല വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാ. ദൂതൻ പറഞ്ഞ നല്ല വാർത്ത എന്താണെന്ന് കൊച്ചു കൂട്ടുകാർക്ക് അറിയണ്ടേ? നമുക്ക് കേൾക്കാം. ദൂതൻ പറഞ്ഞ ആ കൊച്ചു സന്ദേശം വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കേട്ടാലോ? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 30 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശുവെന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഈ സന്ദേശം കേട്ടപ്പോൾ മറിയത്തിന് മനസ്സിലായി ഇതാരാന്ന്? ഇത് ദൈവത്തിൻ്റെ തീരുമാനമാണെന്ന്. മാതാവ് എന്തു ചെയ്തു? മറിയം എന്തു ചെയ്തു? എസ് പറഞ്ഞു. പക്ഷേ നമ്മുടെ മറിയം എസ് പറഞ്ഞത് ഒരു വ്യത്യസ്തമായ രീതിയിലായിരുന്നു. എങ്ങനെയാന്ന് കേൾക്കണ്ടേ? മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. കുഞ്ഞുമക്കളെ, നമ്മളിപ്പോൾ എന്നതിനെക്കുറിച്ച് കേട്ടേ? മംഗളവാർത്തയെക്കുറിച്ച് കേട്ടേ? അപ്പോൾ എന്തായിരുന്നു മംഗളവാർത്തയിൽ മറിയം പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറയട്ടെ. അപ്പോൾ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ? ആരാ സന്ദേശം പറയാൻ വന്നത്? മാലാഖ. ആരെക്കുറിച്ചാണ് സന്ദേശം പറഞ്ഞത്?
ഈശോനെക്കുറിച്ച് ആരോടാ പറഞ്ഞത്? മറിയത്തിനോടല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം മാലാഖയെ അറിയിച്ചു. എന്ത് ചെയ്തു? മറിയം അത് സ്വീകരിച്ചു. അങ്ങനെ മറിയം ഈശോയുടെ അമ്മയായിട്ട് മാറി. അപ്പം നമ്മളും എന്ത് ചെയ്യണം? ഈശോയുടെ ഇഷ്ടം അനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ? ജീവിക്കാൻ വേണ്ടി. ഇനി മംഗളവാർത്ത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞേ? നല്ല വാർത്ത എന്ന് പറഞ്ഞേ. അപ്പോൾ ഈ നല്ല വാർത്ത നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഓർത്തിരിക്കണം. അതിനുവേണ്ടി ഇതൊരു കൊച്ചു പ്രാർത്ഥനയായിട്ട് നമുക്ക് പഠിക്കാം. അപ്പം നമുക്ക് പ്രാർത്ഥന കേട്ടാലോ? പ്രാർത്ഥന ശ്രദ്ധിച്ച് കേൾക്കണേ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവീശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയിർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അപ്പോൾ കുഞ്ഞുമക്കൾ പ്രാർത്ഥന കേട്ടില്ലേ? എന്താ പ്രാർത്ഥനയുടെ പേര്? കർത്താവിൻ്റെ മാലാഖ എന്ന ജപം. ഈ പ്രാർത്ഥന നമ്മൾ രാവിലെ ചൊല്ലും, ഉച്ചയ്ക്ക് ചൊല്ലും, രാത്രി ചൊല്ലും. അതുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് വേറൊരു പേരും കൂടിയുണ്ട്. ഈ പ്രാർത്ഥനയുടെ വേറൊരു പേരാണ് ത്രികാല ജപം. എന്താ പ്രാർത്ഥനയുടെ പേര്? ത്രികാല ജപം. കുഞ്ഞുമക്കളെ, നമ്മൾ പ്രാർത്ഥനയൊക്കെ പഠിച്ചു, ആ കഥയൊക്കെ കേട്ടു. ഇനി നമുക്കൊരു കൊച്ചു പാട്ട് കേട്ടാലോ? അപ്പം ശ്രദ്ധിച്ചിരിക്കണേ പാട്ട്. പൂർവപിതാക്കൾക്കഖിലേശൻ നൽകി സദയം വാഗ്ദാനം നൽകും നൂനം രക്ഷകനെ നിങ്ങൾക്കായി ഞാനീ മണ്ണിൽ. പൂർവപിതാക്കൾക്കഖിലേശൻ നൽകി സദയം വാഗ്ദാനം നൽകും നൂനം രക്ഷകനെ നിങ്ങൾക്കായി ഞാനീ മണ്ണിൽ. വാഗ്ദാനത്തിൻ പൂർത്തിക്കായി ദാവീദിൻ പ്രിയവംശജയാം മറിയം നേടിയ സന്ദേശം മാനവരക്ഷയ്ക്കച്ചാരം. മറിയം നേടിയ സന്ദേശം മാനവരക്ഷയ്ക്കച്ചാരം. പൂർവപിതാക്കൾക്കഖിലേശൻ നൽകി സദയം വാഗ്ദാനം നൽകും നൂനം
രക്ഷകനെ, നിങ്ങൾക്കായി ഞാനീ മണ്ണിൽ. പാട്ട് കേട്ടോ? പാട്ട് ഇഷ്ടമായോ കുഞ്ഞുമക്കൾക്ക്? അപ്പം നമ്മൾ പാട്ട് കേടുന്നല്ലോ ഉഷാറായില്ലേ? എന്നാൽ നമുക്ക് ഈശോയോടൊന്ന് പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിക്കാം അല്ലേ? ഈശോയെ, ഞങ്ങളുടെ ലോകരക്ഷകനായ ഈശോയെ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. അപ്പോൾ കുഞ്ഞുമക്കളെ, നമ്മൾ പാട്ടൊക്കെ കേട്ടു, പ്രാർത്ഥിച്ചു. ഇനി ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ മക്കളോട്. മറിയം താമസിച്ച സ്ഥലം എവിടെയായിരുന്നു? നസ്രത്ത് അല്ലേ? മറിയം താമസിച്ച പട്ടണത്തിൻ്റെ പേരാണ് നസ്രത്ത്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ ടീച്ചർ. എന്താ കാര്യം? ദൈവത്തിൻ്റെ തീരുമാനം അറിഞ്ഞപ്പം മറിയം എങ്ങനെയായിരുന്നു എസ് പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അല്ലേ? അപ്പോൾ കുഞ്ഞുമക്കളെ, ഇനി ടീച്ചർ മക്കൾക്ക് ഹോംവർക്ക് തരാൻ പോവാം. അപ്പോൾ എന്ത് ചെയ്യണം? വീട്ടിലിരുന്ന് ഹോംവർക്ക് ചെയ്ത് ആർക്ക് അയച്ചു കൊടുക്കണം? ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ ഒന്നാമത്തെ ഹോംവർക്ക് എന്ന് പറയുന്നത് എന്താ? മറിയത്തിൻ്റെ വാക്ക് പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങോട്ട് നോക്കി, മറിയത്തിൻ്റെ വാക്ക് എന്താ കൊടുത്തേ? ഇതാ കർത്താവിൻ്റെ എന്ന് കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്തേക്കുന്നു? ഡോട്ട് ഇട്ട് വെച്ചേക്കുക. അപ്പോൾ കുഞ്ഞുമക്കൾ എന്നാ ചെയ്യണം? അത് പൂരിപ്പിക്കണം. അവിടെ എന്താ എഴുതണ്ടേ? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഇനി രണ്ടാമത്തെ പ്രവർത്തനം എന്താ? വരയ്ക്കാം, യോജിപ്പിക്കാം. അപ്പോൾ ഒരറ്റത്ത് എന്താ കൊടുത്തേക്കുന്നേ? മറിയം, മാലാഖ, യൗസേപ്പ്. രണ്ടാമതോ ദാവീദിൻ്റെ വംശം, ഇതാ കർത്താവിൻ്റെ ദാസി ഗബ്രിയേൽ. അപ്പോൾ മറിയത്തെ നമ്മൾ എങ്ങോട്ട് യോജിപ്പിക്കണം? ഇതാ കർത്താവിൻ്റെ ദാസി. മാലാഖയോ? മാലാഖയുടെ പേരെന്തായിരുന്നു? ഗബ്രിയേൽ. അടുത്തതോ യൗസേപ്പ്. അപ്പോൾ യൗസേപ്പിനെ നമ്മൾ എങ്ങോട്ട് യോജിപ്പിക്കണം? ദാവീദിൻ്റെ വംശം. ഇനി എന്ത് ചെയ്യണം? അടുത്ത പ്രവർത്തനം എന്താ? വാക്ക് കണ്ടെത്താൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ കണ്ടോ കുറേ വാക്കുകൾ എഴുതിയിട്ടുള്ളത്. അത് ചില വാക്കുകൾക്ക് എന്തുണ്ട്? വട്ടം വരച്ചിട്ടുണ്ട് അല്ലേ? വലയത്തിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യണം, വലയത്തിൻ്റെ ഉള്ളിലുള്ള വാക്കുകൾ എടുത്തിട്ട് എവിടെ എഴുതണം? താഴെ കൊടുത്തേക്കുന്ന സ്ഥലത്ത് എഴുതണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? ആദ്യത്തെ വാക്ക് ഏതാ വരുന്നത്? മം. രണ്ടാമതോ ഗ. മൂന്നാമത്തെയോ ള. പിന്നെയോ വാ ഇർ ത. അപ്പം നമുക്ക് ഏതാ കിട്ടുക? മംഗളവാർത്ത. ഇനി കുഞ്ഞുമക്കൾക്കില്ലേ പഠിക്കാൻ ടീച്ചർ ഒരു വചനം പറഞ്ഞു തരട്ടെ? നന്നായി പഠിക്കണം കേട്ടോ. വചനം പഠിക്കാൻ ഇഷ്ടമല്ലേ? അപ്പോൾ വചനം പറഞ്ഞു തരാൻ പോവാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പം മിടുക്കന്മാരായിട്ട് ഇരിക്കണം കേട്ടോ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.